അൻവിഷ പാലോട് LDFനെ സംബന്ധിച്ച് ഈ കേരളത്തിൽ നമ്മളിപ്പോൾ കേരളത്തിലേക്കാണ് ചർച്ച കൊണ്ടുവരുന്നത്. കേരളത്തിൽ എന്താണ്, എത്ര സീറ്റ് നേടും എന്നുള്ളൊരു കണക്ക് പറയുന്നുണ്ട്. കാരണം സുധാകരൻ 20-ൽ 20 എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. നിങ്ങളാണെങ്കിൽ BJPക്കെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നത് നിങ്ങളാണെന്ന് അവകാശപ്പെടുന്നു. പക്ഷെ അതേസമയം നിങ്ങൾക്കിടയിൽ അന്തർധാരയുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. നേരത്തെ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് എനിക്ക് പൂർണ്ണമായിട്ടും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 2 തവണയായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലിരിക്കുന്നു. അധികാരത്തിലിരുന്നതിന് ശേഷം ഈ രാജ്യത്ത് എന്തൊക്കെ നിയമങ്ങളാണ് കൊണ്ടുവന്നതെന്നും എന്തൊക്കെ വെൽഫെയർ പൊളിറ്റിക്സ് ആണ് കൊണ്ടുവന്നതെന്നും ഒക്കെ നേരത്തെ BJPയുടെ റെപ്രസെൻറ്റേറ്റീവ് ഇങ്ങനെ പറയുന്നത് കേട്ടു. ഞങ്ങൾ ഈ പറയുന്ന ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് ആണ് സംസാരിക്കുന്നത്. ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് ആണ് എങ്കിൽ എന്തിനാണ് ഇത്രയും കാലമായിട്ടും ഈ രാജ്യത്ത് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയുമായിട്ട് മാത്രം ഈ സർക്കാർ മുന്നോട്ട് പോയത് എന്ന് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം വേറൊന്നും പറയാനില്ല, വേറൊന്നും ചെയ്യാനില്ല. എൻ്റെയും സ്മൃതിയുടെയും ലിജുവിൻ്റെയും ഒക്കെ തന്നെ ജീവിതത്തിൽ ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എന്ത് മാറ്റമുണ്ടായി. 50 രൂപയിൽ കിടന്ന പെട്രോൾ 100 രൂപയായി. ഗ്യാസിൻ്റെ വില, യൂറിയ, അതായത് സാധാരണ കർഷകർക്ക് 2000 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫാക്ടംബോസ് ഇപ്പോൾ 6000 രൂപ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇനി കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയായിരുന്നു. 2003 കോൺഗ്രസ് അധികാരത്തിലിരുന്ന 3 സംസ്ഥാനങ്ങൾ. ആ 3 സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ. ഈ 3 സംസ്ഥാനങ്ങളും കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചത് BJPയാണ് 2003. പക്ഷേ 2004 നടന്ന തെരഞ്ഞെടുപ്പോ BJP ഇന്ത്യയിൽ ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന ക്യാമ്പയിനുമായിട്ട് അടൽ ബിഹാരി വാജ്പേയി, അന്ന് നരേന്ദ്രമോദിയെ പോലെ തന്നെയുള്ള ഒരു നേതാവായിരുന്നു വാജ്പേയി, എല്ലാവർക്കും ഇതുപോലെ സ്വീകാര്യനോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കുറേ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നേതാവൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന രീതിയിൽ 2004 അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ 20-ൽ 19 സീറ്റുമായിട്ട് അന്ന് ഏറ്റവും കൂടുതൽ സീറ്റ് പിടിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്, ബംഗാളിൽ, അതോടൊപ്പം തന്നെ ത്രിപുരയിൽ, ആന്ധ്രാപ്രദേശിൽ എന്ന് വേണ്ട ഇന്ത്യയിലെ ഒട്ടുമിക്കുള്ള സംസ്ഥാനങ്ങളിലും BJPക്കെതിരായിട്ടുള്ള വലിയ വിധിയെഴുത്തുണ്ടാകുന്നു. കേരളത്തിലും ഇടതുപക്ഷത്തോടൊപ്പം ചിന്തിക്കുന്നു. അത് തന്നെയാണ് ഈ വരുന്ന 2024 ചിന്തിക്കുന്നത്. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുന്ന് 19 പേര് UDFൽ നിന്ന് വിജയിപ്പിച്ചു. പിന്നീട് ഒരാൾ LDFൻ്റെ ഭാഗമാവുന്നു. ഈ പറയുന്ന സ്മൃതി ഇവിടെ പറഞ്ഞ KPCC പ്രസിഡന്റ്, അദ്ദേഹം പാർലമെന്റിൽ നടത്തിയിട്ടുള്ള ചർച്ചയിൽ എത്ര പങ്കെടുത്തിട്ടുണ്ട്? നിങ്ങളുടെ കണക്ക് തന്നെ വന്നിട്ടുണ്ടല്ലോ. അതോടൊപ്പം തന്നെ എത്ര ശതമാനം ഹാജരുണ്ട്? ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള ലോക്സഭാ MP ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹം കേരളത്തിന് വേണ്ടി എത്ര സംസാരിച്ചു? ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ എത്ര തവണ സംസാരിച്ചു? ഏതൊക്കെ നിയമനിർമ്മാണ ചർച്ചകളിൽ പങ്കെടുത്തു? ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ തിരിച്ചറിയും. ഇനി പൗരത്വ നിയമം ഈ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് പറയുന്നത് എന്താണ്? ഇതൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചുമ്മാ ഗിമ്മിക്ക് പറയുന്നതാണ്, ഇത് നടപ്പിലാക്കുന്ന സാധനമാണ്. ഇത് BJPക്ക് ഒരു പടി മുന്നോട്ട് വെച്ചു കൊടുക്കുന്ന പ്രസ്താവനകളാണ് ഇവരുടെ സ്ഥാനാർത്ഥികളായിട്ടുള്ള പ്രേമചന്ദ്രനായി പ്രധാനപ്പെട്ട എതിരാളിയായി കാണുന്നു. BJPയെ എതിർക്കുന്നത് CPM ആണെന്ന വാദം സമ്മതിക്കാം. പക്ഷേ കേരളത്തിൽ പ്രധാനപ്പെട്ട എതിരാളി BJP ആണ് എന്ന മട്ടിൽ LDF കൺവീനർ തന്നെ നടത്തിയ പ്രതികരണങ്ങൾ, അത് മുഖ്യമന്ത്രിക്ക് നിഷേധിക്കേണ്ടി വന്നു, പാർട്ടി അധ്യക്ഷന് നിഷേധിക്കേണ്ടി വന്നു, പാർട്ടി സെക്രട്ടറിക്ക് നിഷേധിക്കേണ്ടി വന്നു. അപ്പോൾ ആ സാഹചര്യത്തെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് LDF കൺവീനർ അങ്ങനെ പറഞ്ഞത്? 5 ഇടത്തെങ്കിലും BJPക്ക് മികച്ച സ്ഥാനാർത്ഥികളാണ് എന്ന് പറയുകയും ഈ 5 എന്ന കണക്കിലേക്കൊക്കെ CPM ആ രൂപത്തിൽ വരുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ത്രികോണ പോരാട്ടം എല്ലായിടത്തും ഉണ്ട് എന്ന രൂപത്തിലുള്ള പ്രതീതി സൃഷ്ടിക്കുന്നത് ആരാണ്? അൻവിഷ പാലോട്. അല്ല, ഇത് LDFൻ്റെ കൺവീനർ രാജ്യത്തിൻ്റെ മൊത്തം തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ BJP ആണല്ലോ പ്രധാനപ്പെട്ട എതിരാളി. ആ പ്രധാനപ്പെട്ട എതിരാളിയെ ആരാണ് ഏറ്റവും കൂടുതൽ ചെറുക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട രീതിയിലാണ്
BJP മുഖ്യ എതിരാളിയാണെന്ന് പറഞ്ഞത്. അങ്ങനെയൊന്നുമല്ല. കേരളത്തിലെ 5 മണ്ഡലങ്ങളുടെ പേരടക്കം പറഞ്ഞുകൊണ്ടാണ്. അല്ലല്ല, 5 മണ്ഡലങ്ങളടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് LDF കൺവീനർ പറഞ്ഞത്. ഇപ്പോൾ മാറ്റി പറയുന്നു. അതിന് കെ സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. അതും കണ്ടോ? സ്മൃതി, അദ്ദേഹത്തിനോട് നിങ്ങൾ ചോദിച്ചിട്ടുള്ള അഭിപ്രായമാണെന്നേ. അദ്ദേഹം എന്താണ് ഈ പറയുന്ന രീതിയിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് അതിന് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ബാക്കിയുള്ള ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ എന്താണ് മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പറയുന്നു. ഇപ്പോൾ കേരളത്തിന്റെ സാഹചര്യത്തിൽ BJP മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ UDF നല്ല രീതിയിൽ മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലമുണ്ട്. ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ആദ്യം അത് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് LDFും BJPയും തമ്മിലാണ് മത്സരമെന്ന് അദ്ദേഹം പറയുന്നു. 6 മണ്ഡലങ്ങളിലെങ്കിലും 2ാം സ്ഥാനത്ത് BJP എത്തുമെന്ന് പറയുന്നു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ, കോഴിക്കോട് മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് വരുമെന്ന് അദ്ദേഹം പ്രവചിക്കുകയാണ്. അപ്പോൾ ഏത് അടിസ്ഥാനത്തിലാണ് LDF കൺവീനർക്ക് അങ്ങനെയൊരു തോന്നലുണ്ടായത്? അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ഇനി കാണുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റിയേ എനിക്ക് ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ പറ്റുകയുള്ളൂ. EP ജയരാജൻ സഖാവ് ഉദ്ദേശിച്ചത് ഈ പറയുന്ന രീതിയിൽ എന്താണ്, കോൺഗ്രസ് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. കോൺഗ്രസ് ദുർബലമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്പേസിലേക്ക് വരാൻ ശ്രമിക്കുന്നത് BJP ആണ്. അപ്പോ ആ രീതിയിലൊക്കെ ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, വിവിധ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിർവീര്യമായി കൊണ്ടല്ലോ. അത് സംസ്ഥാന സർക്കാരിനെതിരെയാണ് എന്നതുകൊണ്ടാണോ കോൺഗ്രസ് ദുർബലമായി എന്ന് പറയുന്നത്? സ്മൃതി ഒന്ന് അങ്ങനെയല്ല സ്മൃതി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഒരു മാസത്തിനിടയിൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ഒഴുകിയെത്തിയ ആൾക്കാർ CPM-ൽ നിന്നാണോ അതോ കോൺഗ്രസിൽ നിന്നാണോ എന്ന് ചിന്തിച്ചാൽ മതി സ്മൃതി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇവർ അധികാരത്തിലിരിക്കെ വളരെ ഞാൻ പറഞ്ഞുതരാന്നേ. ഇവർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിൽ തിരുവനന്തപുരത്ത് എനിക്ക് വളരെ അടുത്തറിയാവുന്ന പത്മിനി തോമസ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണ് കോൺഗ്രസിന്റെ. വെറുതെ സാധാരണ എന്താണ് ഏതെങ്കിലും ഒരു ആളിനെയാണോ ഇവർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആക്കി വെക്കുന്ന? 2 DCC സെക്രട്ടറിമാരൊക്കെ എന്ന് പറയുമ്പോൾ അവരുടെ പ്രാദേശികമായിട്ട് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. എന്തിന് കഴിഞ്ഞ ദിവസം പത്മജ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ എന്താണ് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ഒഴുകിയെത്തുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഈ പറയുന്ന രീതിയിൽ എന്താണ് തകരാൻ സ്വന്തമായിട്ട് നിന്നു കൊടുക്കുകയാണ്. എന്നാ ഞങ്ങൾ തകരാൻ നിൽക്കുന്നു, നിങ്ങൾ BJP കയറി വാ എന്ന് പറയുമ്പോൾ സഖാവ് EP ജയരാജൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല. നിലവിലെ സാഹചര്യത്തിലും ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും LDFും UDFും തമ്മിൽ തന്നെയാണ് മണ്ഡലം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെക്കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടി വരും. പാർട്ടി സെക്രട്ടറിയും തള്ളി, EP ഇന്നിപ്പോൾ സ്വയം തള്ളി. അദ്ദേഹം പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.